23,000 റേഞ്ചിൽ വൺ പ്ലസിന്റെ N6 എന്ന് പറയുന്ന പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പെക്ക് കണ്ട സമയത്ത് ഇതെന്താ ഇങ്ങനെ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ വൺ പ്ലസിന്റെ നോഡ് C5 ആയിരുന്നു 23,000 റേഞ്ചിൽ ഇറങ്ങി, 22, 23 ആ റേഞ്ചിൽ. അതിന്റെ സ്പെസിഫിക്കേഷൻസും ഇതിന്റെ സ്പെക്കും നോക്കുന്ന സമയത്ത് ആനയും ഉറുമ്പും എന്ന രീതിയിലുള്ള വ്യത്യാസമാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു സ്മാർട്ട് ഫോൺസിന്റെ സ്പെസിഫിക്കേഷൻസും പ്രൈസിങ്ങും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഭയങ്കര അധികം കുറഞ്ഞു പോയിട്ടോ സ്പെസിഫിക്കേഷൻ വൈസ്. അതായത് 4GB RAM ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്, HD ഡിസ്പ്ലേ ആണ്. വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഫോണിൻ്റെ ഡിസൈൻ ഒരു രക്ഷയില്ല. വൺ പ്ലസിൻ്റെ നോഡിലൊക്കെ കണ്ട ആ ഒരു സെയിം ഡിസൈനാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഫുള്ളി പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. 2 കളേഴ്സിൽ ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. IP65 റേറ്റിംഗ്, മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണകത്ത് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും ഒരു മോശമില്ല, അത്യാവശ്യം അതൊക്കെ തന്നെ നൈസാട്ടോ. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.8 ഇഞ്ചിൻ്റെ HD ആയിട്ടുള്ള IPS LCD പാനലാണ് ഈ ഒരു ഫോണകത്ത് വരുന്നത്. അതായത് നമ്മൾ ഈ എൻട്രി ലെവൽ ഫോണൊക്കെ 6,000-7,000 രൂപ റേഞ്ചിൽ കണ്ട ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സെറ്റപ്പാണ് ഈ ഒരു 23,000 രൂപ റേഞ്ചിലെ ഫോണിൽ വരുന്നത്. പിന്നെ വേരിയൻറ്റ് 4GB 128GB ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. 23,000 രൂപയുടെ ഫോണാണെന്ന് ഓർക്കണം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലെവൽ, ഇങ്ങനെയാണ് കേട്ടോ. ആർക്കും എനിക്കിപ്പോൾ ഉണ്ടല്ലോ, ഒരാൾ എന്നോട് ഒരു ഫോൺ ചോദിച്ചാൽ എനിക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഫോൺസ് ഇല്ല ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ. അത്രത്തോളം ഒരു ദുരന്തം ലെവലിലേക്കൊക്കെയാണ് സ്മാർട്ട് ഫോൺ ഇൻട്രസ്റ്റ് ഒക്കെ പോകുന്നത് കേട്ടോ. ഇറങ്ങുന്ന ഫോൺസ് ആണെങ്കിൽ തന്നെ അങ്ങനെയാണ്. പഴയ ഫോൺസ് ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, പഴയ ഫോൺസ് ഉണ്ടെങ്കിൽ അത് പോയിട്ട് വാങ്ങാം. ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ പിന്നെ അവൈലബിൾ ആണ്. ഓൺലൈനിലൊന്നും എല്ലാ മോഡൽസും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഓഫ്ലൈനിൽ നിന്ന് പഴയ മോഡൽ കിട്ടുവാണെങ്കിലും അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പം HD ഡിസ്പ്ലേ ആണ് 23,000 രൂപ റേഞ്ചിലൊക്കെ വരുന്നത്. പിന്നീട് ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 50 MB ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. സെക്കൻഡറായിട്ട് 2 MB ഒരു യൂസ്ഫുൾ അല്ലാത്ത സെൻസറാണ് വരുന്നത്. 8 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറയിലാണെങ്കിലും റിയർ ക്യാമറയിലാണെങ്കിലും ഒക്കെ തന്നെ ഫുൾ HD മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 4K ഒന്നും തന്നെ സപ്പോർട്ട് വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡലൊക്കെ ആണെങ്കിൽ 4K ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടായതായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും വരുന്നില്ല. പിന്നീട് പെർഫോമൻസ്, മിഡടെക്കിൻ്റെ ഡിമെൻസിറ്റി 6360 അപ്പെക്സ് എന്ന പ്രോസറാണ് ഈ ഒരു ഫോണൊക്കെ കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ നോഡ് C5 ആണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 8350 എന്ന പ്രോസറായിരുന്നു ഉണ്ടായത്. സോ ആനയുറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പെർഫോമൻസിൻ്റെ ഭാഗത്തൊക്കെ തന്നെ. അപ്പോൾ ഒരു നോർമൽ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് മാത്രമേ ഇപ്രാവശ്യത്തെ ഈ ഒരു ഫോണകത്ത് കിട്ടുന്നുള്ളൂ. പിന്നെ LPDDR4X RAM ടൈപ്പ് UFS 2.2 സ്റ്റോറേജ് ആണ് ഈ ഒരു ഫോണകത്ത് കിട്ടുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 16 ഈ ഒരു മോഡൽ വരുന്നത്. 2+3 years ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു മോഡലത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഓക്സിജൻ OS ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റും ഈ ഒരു ഫോണൊക്കെ കിട്ടുന്നത്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടൊക്കെ വർക്ക് ആവുന്നതായിരിക്കും. ബാറ്ററി ആണെങ്കിൽ 8000 mAh ഒരു വലിയ ബാറ്ററി വരുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ബെറ്റർ എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസൈൻ ഒഴിച്ച് ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ് ഇതൊക്കെ തന്നെ ഒരു ഭയങ്കര ഡൗൺ ഗ്രേഡ് ആട്ടോ. ഈ ഒരു പ്രൈസിന് ഒരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്പെക്കാണ് ഈ ഒരു ഫോണകത്ത് വരുന്നത്. പിന്നെ വൺ പ്ലസ് എന്ന നല്ലൊരു ബ്രാൻഡും വരുന്നുണ്ട്. അതാണ് വേറെ ഏതെങ്കിലും ബ്രാൻഡാണ് പിന്നെ നമുക്ക് ഓക്കെ ആണെന്നൊക്കെ പറയാം. പക്ഷെ വൺ പ്ലസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു ദുരന്തം ഫോണൊക്കെ വരുമ്പോൾ, അതും 4GB RAM ഒക്കെയാണ് സ്റ്റാർട്ടിങ്. 2026 23,000 രൂപയുടെ ഫോണിലൊക്കെ തന്നെ 4GB RAM ഒക്കെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാട്ടോ സ്മാർട്ട് ഫോൺസിനെ പറ്റി. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് പറയാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ മീഡിയ സൈനിങ് ഓഫ്. ബൈ.